നമ്മൾ നമ്മുടെ പാവങ്ങൾ കാണും. ഈ ഒരു സംഭവം നടക്കുമ്പോൾ 3 ടൈപ്പ് ആൾക്കാരായിരിക്കും ഭൂമിയിലുണ്ടാവുക. ഒന്ന്, മാരക പാപം ചെയ്തവർ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആ സമയത്ത്. 2, കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കൃപയിലായിരിക്കുന്നവർ. 3-മത്തെ ആളുകൾ ലഘുപാപം ചെയ്ത്, അതായത് ഒരു ശുദ്ധീകരണ സ്ഥലത്ത് ആ നിമിഷം മരിച്ച ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ട ആൾക്കാർ. 3 ടൈപ്പ് ആൾക്കാരായിരിക്കും ആ സമയത്ത് നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടാവുക. ഈ 3 ടൈപ്പ് ആൾക്കാർക്കും ഈ ഒരു സംഭവം 3 ടൈപ്പായിട്ടായിരിക്കും അനുഭവപ്പെടുക. കുമ്പസാരിച്ച് വിശുദ്ധിയിലുള്ള ആളുകളും അവരുടെ പാപങ്ങൾ ടി വിയിലുള്ള ദർശനത്തിൽ കാണുമെങ്കിലും അവർക്ക് അതിൻ്റെ പെയിന് ബോഡിയിൽ അനുഭവപ്പെടില്ല. അവർക്ക് സന്തോഷമായിരിക്കും. കാരണം അവർ ഈ ജീവിച്ച ഒരു സത്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തിന്, തിരുവചനം അനുസരിച്ച് ജീവിച്ചതിന് ഇതാ ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ ലഘുപാപം ചെയ്തവരുണ്ടല്ലോ, അതായത് ശുദ്ധീകരണ സ്ഥലത്ത് പോകാൻ സാധ്യതയുള്ളവർ, അവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ തീയുടെ ചൂട് അവരുടെ ബോഡിയിൽ, ശരീരത്തിൽ അനുഭവപ്പെടും. പിന്നെ മറ്റൊരു കൂട്ടം മാരക പാപം ചെയ്തവർ അല്ലെങ്കിൽ ആ നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നിർഭാഗ്യവശാൽ അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിൽ ആ നിമിഷം ആ ഷോക്കിൽ അവർ മരിച്ചു വീഴും. അതായത് ഈ സംഭവം നടക്കുന്നത് കൊണ്ട് മരിച്ചു വീഴുന്നതല്ല. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ദൈവം നമ്മുടെ ആത്മാവിനെ എങ്ങനെ കാണുന്നു എന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. നമ്മൾ നമ്മുടെ ആത്മാവിനെ കാണുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഇത് ദൈവം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ മാരക പാപം ചെയ്ത ഒരാൾ നോക്കുമ്പോൾ ആത്മാവ് അത്രയും ദയനീയ അവസ്ഥയിലാണ്, ഈ ഷോക്കിലാണ് അവർ മരിച്ചു വീഴുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി കരുണക്കൊല ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ ഈശോ പറയുന്നുണ്ട്. അപ്പോൾ 1961 മാതാവ് ഈ മെസ്സേജ് നൽകുന്നതിന് മുൻപ് 1930കളിൽ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ ഇതിൻ്റെ ചെറിയൊരു സൂചന നൽകിയിരുന്നു. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഈശോ പറയുന്നത് ഇപ്രകാരമാണ്: യുഗാന്ത്യത്തിന് തൊട്ട് മുൻപ് ആകാശത്തിൽ ഈ കുരിശടയാളം പ്രത്യക്ഷപ്പെടും, എല്ലാ പ്രകാശങ്ങളും അണഞ്ഞു പോകും, ഈശോയുടെ കുരിശിൽ നിന്ന് വരുന്ന പ്രകാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് യുഗാന്ത്യത്തിന് തൊട്ട് മുൻപ് നടക്കും എന്നാണ് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞത്. അതിനു മുൻപ് മറ്റു പല വിശുദ്ധർക്കും മാതാവും ഈശോ ഈ മെസ്സേജസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ആ ബാലന്, ജോർജി ഷോബി എന്ന് പറഞ്ഞ ആ ബാലന് ലഭിച്ച മെസ്സേജസ് അടങ്ങിയ പുസ്തകത്തിൽ മാതാവ് പറയുന്നുണ്ട്, അവസാന കാലത്തിന് തൊട്ട് മുൻപ് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ അടയാളം ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും. ലോകം മുഴുവനും ഒരു പ്രകാശം ഉദിക്കും. ഈ പ്രകാശത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് അന്വേഷിച്ച് ആൾക്കാർ നടക്കും. ഈ ഒരു അടയാളം ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മാതാവ് ഈ പയ്യന് 2021 മുതൽ 23 വരെ നൽകിയ മെസ്സേജിൽ പറയുന്നുണ്ട്. അതുപോലെ ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകിയ മെസ്സേജസിലും ഒരു തിളങ്ങുന്ന കുരിശ് ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് മാതാവ് മെസ്സേജ് നൽകിയിട്ടുണ്ട്. ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും, മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും, സകല ജനങ്ങളും വിലപിക്കും എന്ന് തിരുവചനത്തിലും പറയുന്നു. അപ്പോൾ നമ്മുടെ പാവങ്ങൾ കണ്ടിട്ടായിരിക്കും ആ സമയത്ത് വിലപിക്കുക. അപ്പോൾ മുന്നറിയിപ്പിന് മുൻപ്, മുന്നറിയിപ്പിന് ശേഷം, ഇങ്ങനെയായിരിക്കും പിന്നീട് ലോകത്തിൻ്റെ സിസ്റ്റം മാറ്റപ്പെടുക. ഒരു ധ്യാനം കൂടിയ അവസ്ഥയായിരിക്കും. ലോകത്തിൽ 800 കോടി ജനവും ഒന്നിച്ച് ഒരു ധ്യാനം കൂടിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ എഫക്റ്റ് ഒരാഴ്ച, 2 ആഴ്ച, മാക്സിമം 1 മാസമൊക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെയായിരിക്കും ഈ സംഭവം കഴിഞ്ഞാലും. ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, എല്ലാവരും ക്ഷമിക്കും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡിവോഴ്സായ ആൾക്കാരൊക്കെ ഒന്നിക്കുമായിരിക്കും. എല്ലാവരും ക്ഷമിക്കും, വിട്ടുകൊടുക്കും, സ്നേഹിക്കും. പക്ഷെ പയ്യെ ഈ സംഭവം നടന്ന കാര്യം ആൾക്കാർ മറന്നുപോകും. ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് ആളുകൾ മറന്നുപോകും. പിന്നെ വീണ്ടും മനുഷ്യകുലം പഴയ പോലെയാകും. അവിടെയാണ് ഗർഭന്താൾ സന്ദേശത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. മാതാവ് 1961 പറഞ്ഞു, വാർണിംഗ് നടക്കും, ഗർഭന്താൾ വാർണിംഗ്. ഇത് നടന്നിട്ടും ആളുകൾ മാറുന്നില്ലെങ്കിൽ, ദൈവത്തിന് മുകളിൽ നിന്ന് കാണാമല്ലോ 800 കോടി ജനത്തിൽ എത്ര പേര് ആത്മാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടു എന്നുള്ളത്. ഇത് നടന്നിട്ടും ആൾക്കാർ മാറുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് മാതാവ് ഈ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ കാണിച്ചു തരാം. ഈ 4 കുഞ്ഞുങ്ങൾ മാതാവ് പറഞ്ഞ ഈ സംഭവം, അതായത് ഈ മുന്നറിയിപ്പ് നടന്നിട്ടും ആളുകൾ മാറിയില്ലെങ്കിൽ
ലോകത്തിന് മേൽ വരാൻ പോകുന്ന മഹാശിക്ഷാവിധി, ദ ചാസ്റ്റൈസ്മെൻറ്റ് മാതാവ് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട് ഈ കുഞ്ഞുങ്ങൾ പേടിച്ച് വിറച്ച് നിൽക്കുന്ന മുഖമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ മനുഷ്യവംശത്തിനുള്ള അവസാനത്തെ കരുണ അല്ലെങ്കിൽ ദൈവം തരുന്ന അവസാനത്തെ ചാൻസാണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളത്.